വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ തുടർമാനമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നലെ നമ്മൾ ആ ഭാഗത്തു നിന്ന് അല്പമായി ചിന്തിച്ചത് ദൈവവും മനുഷ്യനുമായി ബന്ധപ്പെട്ട് ബൈബിൾ പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങൾ 6 പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. 1 സ്മരണയുടെ പുസ്തകം, 2 യഹോവയുടെ പുസ്തകം, 3 സത്യഗ്രന്ഥം, 4 ന്യായപ്രമാണ പുസ്തകം, 5 ജീവിക്കുന്നവരുടെ പുസ്തകം, 6 ജീവപുസ്തകം. ഇതിൽ 6-ാമത്തെ പോയിൻ്റ് ജീവപുസ്തകം കുറച്ചുകൂടെ വിശാലമായി ഇന്ന് ചിന്തിക്കാമെന്ന് ഓർപ്പിച്ചിരുന്നല്ലോ. ആ ഭാഗത്തേക്ക് പ്രവേശിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. 6 ജീവപുസ്തകം, ദി ബുക്ക് ഓഫ് ലൈഫ്. വെളിപ്പാട് പുസ്തകം 3-5. ബൈബിളിൽ ഈ പുസ്തകത്തെപ്പറ്റി നിരവധി പ്രാവശ്യം വിവരിച്ചിട്ടുണ്ട്. ഇതിന് വിവിധ പേരുകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 1 ജീവപുസ്തകം, വെളിപ്പാട് 3-5, ലൂക്കോസ് 10-20, ഫിലിപ്പിയർ 4-3. 2 കുഞ്ഞാടിൻ്റെ പുസ്തകം, വെളിപ്പാട് 13-8, വെളിപ്പാട് 21-27. 4 ലോകസ്ഥാപനം മുതലുള്ള പുസ്തകം, വെളിപ്പാട് പുസ്തകം 13-8. ഈ ജീവപുസ്തകം എന്ന് മുതലാണ് ആരംഭിച്ചതെന്ന് വെളിപ്പാട് 3-8 കാണുന്നു. ലോകാരംഭം മുതൽ. ബൈബിളിൽ ജീവപുസ്തകത്തെപ്പറ്റി വിവരിച്ചിട്ടുള്ള വിവിധ ഭാഗങ്ങളുണ്ട്. ആദ്യമായി നമ്മൾ കാണുന്നത് പുറപ്പാട് പുസ്തകം 32-33 വാക്യങ്ങളാണ്. ഇസ്രായേൽ ജനത്തെ നയിച്ച മോശ സീനായി പർവ്വതത്തിൽ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കൽപ്പന സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ അഹരോൻ്റെ നേതൃത്വത്തിൽ പൊന്നുകൊണ്ട് വിഗ്രഹത്തെ ഉണ്ടാക്കി മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ദൈവം എന്ന് പറഞ്ഞ് ആരാധിച്ചു. താഴെ വന്ന വിഗ്രഹ ആരാധന കണ്ട മോശ അത്ഭുതകരമായ 2 കാര്യങ്ങൾ ചെയ്തു. 1 പുറപ്പാട് 32-27. യഹോവയുടെ പക്ഷത്തുള്ളവൻ വാൾ അരക്കി കെട്ടി മുഖം നോക്കാതെ ന്യായവിധി നടത്തുവാൻ കൽപ്പന കൊടുത്തു. 2 പുറപ്പാട് പുസ്തകം 32-31-32 വാക്യങ്ങൾ. യഹോവയുടെ അടുത്ത് ചെന്ന് അവരുടെ പാപം ക്ഷമിച്ചില്ല എങ്കിൽ ഈ ജീവപുസ്തകത്തിൽ നിന്ന് അഥവാ സ്വർഗീയ പുസ്തകത്തിൽ നിന്ന് തൻ്റെ പേര് മായ്ച്ചു കളയണം എന്ന് അപേക്ഷിക്കുന്ന മോശയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 1-ാമത്തത് പരസ്യമായ പാളയത്തിലെ പ്രഖ്യാപനം. 2-ാമത്തത് രഹസ്യമായി ദൈവസന്നിധിയിൽ ചെന്നുള്ള അപേക്ഷ. 1-ാമത്തത് കോപം ജ്വലിച്ചു നിൽക്കുന്നു. 2-ാമത്തത് ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞു നിൽക്കുന്നു. ഇവിടെയാണ് നമ്മൾ ജീവപുസ്തകത്തെക്കുറിച്ച് 1-ാമതായിട്ട് കണ്ടത്. പുറപ്പാട് പുസ്തകം 32-33 വാക്യങ്ങൾ. പിന്നെ നമ്മൾ ഈ പുസ്തകത്തെക്കുറിച്ച് കാണുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ്. ഭൂതങ്ങളെ പുറത്താക്കിയ ശിഷ്യന്മാർ അവരുടെ ദൗത്യം വിജയിച്ചതുകൊണ്ട് സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവരെ കുറ്റപ്പെടുത്തുകയല്ല, അതിനേക്കാൾ പ്രാധാന്യമേറിയത് സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതി എന്നതാണ്. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നില്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതി കൊണ്ട് സന്തോഷിപ്പിൻ എന്നവിടെ പറയുന്നു. ഭൂതങ്ങളുടെ മേലുള്ള അധികാരം രക്ഷയുടെ ഉറപ്പല്ല. യൂദയ്ക്കും ഭൂതത്തിൻ്റെ മേൽ അധികാരമുണ്ടായിരുന്നു. ലൂക്കോസ് 9-1 ആ കാര്യം വ്യക്തമാക്കുന്നു. ഒരുപക്ഷെ യൂദയും ഭൂതത്തെ പുറത്താക്കിയിരിക്കാം. കർത്താവിനെ അറിയാത്തവരും ഭൂതത്തെ പുറത്താക്കിയിട്ടുണ്ട്. യേശു ക്രിസ്തു അവരെ നോക്കി വിളിച്ചത് അധർമ്മം പ്രവർത്തിക്കുന്നവർ എന്നാണ്. മത്തായി സുവിശേഷം 7-22-23 വാക്യങ്ങൾ. ഇതിൽ നിന്നല്ല മനസ്സിലാക്കുന്നത് ഭൂതങ്ങളെ പുറത്താക്കുന്ന അത്ഭുതങ്ങൾ ദൈവഭക്തിയുടെയോ വിശുദ്ധിയുടെയോ മാനദണ്ഡമല്ല എന്നുള്ളതാണ്. ഭൂമിയിൽ ജനിച്ച എല്ലാവരുടെയും പേര് ലോകത്തിൽ എഴുതി സൂക്ഷിക്കുന്നത് പോലെ സ്വർഗത്തിൽ ജനിച്ചവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. നഷ്ടപ്പെട്ട ആ പാപി ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് തിരികെ വന്ന് ആ രക്ഷ ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. പിന്നെ നമ്മൾ ജീവപുസ്തകത്തെക്കുറിച്ച് കാണുന്നത് ഫിലിപ്പി ലേഖനം 4-3. സാക്ഷാൽ ഇണയാളിയായുള്ളവേ അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. അപ്പോൾ ജീവപുസ്തകത്തിൽ പേരുള്ള ഒരു വ്യക്തിയുടെ കാര്യം ഇവിടെ പറയുന്നു, ക്ലേമന്ത്. ജീവപുസ്തകത്തിൽ പേരുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. കർത്താവായ യേശു ക്രിസ്തു അത്ഭുതത്തെക്കാൾ അധികം പ്രാധാന്യം വചനത്തിന് നൽകി. മാർക്കോസ് 9-38-39, മത്തായി സുവിശേഷം 7-22-23. ഭൂതത്തിന്മേലുള്ള വിടുതൽ നടത്തുന്നവർ നടത്തട്ടെ, അതിനെ എതിർക്കേണ്ട എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തനം 50-16-22 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ നിയമം, എൻ്റെ വചനം നിൻ്റെ നാവിന്മേൽ എടുക്കുവാൻ എന്ന അധികാരം. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീർക്കളയും വിടിയിപ്പാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവൻ്റെ പേര് സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ എഴുതും. ലൂക്കോസ് 10-20, ഫിലിപ്പിയ ലേഖനം 4-3. പുതിയ നിയമത്തിൽ നിത്യജീവനെ അവകാശം ആക്കുന്നവരുടെ പേര് ജീവപുസ്തകത്തിലുണ്ട്. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പ്രമാണിച്ചവരുടെ പേരും ജീവപുസ്തകത്തിലുണ്ട്. വെളിപ്പാട് 13-8, പുറപ്പാട് 32-33 വാക്യം. ജീവപുസ്തകത്തിൽ പേരില്ലാതിരിക്കുന്നത് നിത്യ മരണത്തിന് തുല്യമാണ്. വെളിപ്പാട് പുസ്തകം 20-15 ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പേരുകൊണ്ട് ക്രിസ്ത്യാനിയായിരിക്കുന്നവൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ഉണ്ടായിരിക്കുകയില്ല. മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചവരുടെ പേര് മാത്രമേ ജീവപുസ്തകത്തിൽ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു.
വെളിപ്പാട് പുസ്തകം 3:5 അവൻ്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ ജീവപുസ്തകത്തിൽ പേരെഴുതിയ ഒരുവൻ്റെ പേര് അതിൽ നിന്ന് മായ്ച്ചു കളയുമോ? ഇത് നമ്മൾ വിശാലമായി പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച്, അതായത് ജീവപുസ്തകത്തിൽ പേരെഴുതിയ ഒരുവൻ്റെ പേര് മായ്ച്ചു കളയുമോ എന്നതിനെ സംബന്ധിച്ച് നാളെ നമുക്ക് പഠനത്തിന് വിധേയമാക്കാം. സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.